ചേട്ടാ, നമുക്കിന്നൊരു സന്തോഷ ദിവസമാണ്. ABC മലയാളം 30 ലക്ഷം വരിക്കാർ ഉള്ള 30 ലക്ഷത്തിൽ കൂടുതലായി ഒരു ഓൺലൈൻ ചാനലായിട്ട് മാറി മലയാളത്തിൽ. ഗുഡ്. നമ്മുടെ എല്ലാം കൂട്ടായ ശ്രമം, നമ്മുടെ പ്രേക്ഷകരുടെ നിർലോഭമായ സ്നേഹം. ഞാൻ ഓർക്കും, ഞാൻ ABCയിൽ വരാൻ തുടങ്ങിയപ്പോൾ 2.3 മില്യൺ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 3 പിന്നെ ഒരു ഡിജിറ്റ് കൂടെ ഉണ്ടായിരുന്നു, 3-4 3-5 സംതിങ്, ഐ ഡോണ്ട് റിമെമ്പർ. ഇപ്പോൾ അത് 3 മില്യനായി. 3 മില്യൺ ക്രോസ് ചെയ്തു. നല്ല കാര്യം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ ഒരു വലിയ പിന്തുണ പ്രേക്ഷകരുടെ ഭാഗത്തുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഈ ഓൺലൈൻ ചാനലുകൾക്ക് ഇപ്പോൾ നമുക്ക് 30 ലക്ഷം എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നലെ മറ്റ് പല മുഖ്യധാര ടെലിവിഷനുകളിലെടുത്ത് നോക്കി, അവരുടെയൊക്കെ ഓൺലൈന് നമ്മുടെ 7,000 പോലുമില്ല. അപ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ വമ്പൻ സാറ്റലൈറ്റ് ചാനലുകളെക്കാൾ വിശ്വാസ്യത ഓൺലൈൻ ചാനലുകൾക്ക് വരുന്നുണ്ടോ? അല്ല, വിശ്വാസ്യത ഒരു ഘടകമാണ്. അതേസമയം ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അവരെല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള വ്യൂവേഴ്സ് ആണ് എന്നും വിചാരിക്കണ്ട. അത് മുഖ്യധാര ചാനലുകളുടെ മെയിൻ സ്ട്രീം മീഡിയ അവരുടെ കാര്യത്തിലും ഇതുപോലെയാണ്. പക്ഷെ നമ്മുടെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയാൽ മതി. പക്ഷേ വേറെ കാര്യം, നമ്മളിപ്പോൾ ഈ നമ്മുടെ റിയൽ ടൈം ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. സബ്സ്ക്രൈബേഴ്സുമായിട്ട് വലിയ വ്യത്യാസമില്ലാത്ത റിയൽ ടൈം ഡാറ്റ നമുക്കുണ്ട്. ഏതാണ്ട് ടാലി ആവുന്നതിനടുത്തുണ്ട്. അല്ല, അത് നല്ല കാര്യമാണ്. ഈ ഓൺലൈൻ വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ വാർത്താ വിശകലനം, അത് ആളുകൾ താല്പര്യത്തോടെ കാണും. അതിനോട് യോജിക്കണമെന്നൊന്നുമില്ല. അതെ, വിയോജിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. വിയോജിപ്പുള്ള അപൂർവം ചിലരെങ്കിലും എന്നെ വിളിച്ചു പറയാം, നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ, തെറ്റ് വന്നു കഴിഞ്ഞാൽ അവർ വിളിച്ചു പറയും. ഇഷ്ടം പോലെ താഴെ കമൻറ്റിൽ എഴുതുന്ന മാത്രമല്ല, പേഴ്സണലി വിളിക്കും. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഈ യുക്രൈൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ക്രീമിയയ്ക്ക് പകരം ഞാൻ കീവ് എന്ന് പറഞ്ഞു. അത് യുക്രൈനിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച് തിരുത്തി. യുക്രൈനിലാണ് അയാൾ താമസം, മലയാളിയാണ്. അയാൾ ഇന്ത്യൻ സമയം ഏകദേശം കണക്ക് കൂട്ടിയിട്ട് അവിടുന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറിന് ഇങ്ങനെ ഒരു വലിയ അബദ്ധം പറ്റി. പക്ഷേ അത് കേൾക്കുമ്പോൾ മനസ്സിലാകും ക്രീമിയാണ് ഉദ്ദേശിച്ചതെന്ന്. വർഷം പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ വായിൽ നിന്ന് വരുന്നത് കീവെന്നായിപ്പോയി. അതുപോലെ കഴിഞ്ഞ ദിവസം നമുക്ക് വേറൊരു അബദ്ധം പറ്റി. അതായത് ഈ ദാക്ഷായണി വേലായുധൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളെല്ലാം മറ്റു 2 പേര് സംസാരിച്ചൊരു ടോക്കിനകത്ത് പറഞ്ഞപ്പോൾ അറിയാതെ ഒരാൾ പറഞ്ഞു അത് ദാക്ഷായണി വേലായുധൻ ഈഴവ സമുദായമാണെന്നുള്ളത്. പക്ഷെ കൃത്യമായി അദ്ദേഹത്തിന് അറിയാം ഈഴവ അല്ല എന്നുള്ളത്. അത് പക്ഷേ അത് വീഡിയോ പോയതിന് ശേഷം 100 കണക്കിന് കമൻറ്റുകളും മെസ്സേജുകളും ആളുകളും വിളിച്ചു. അപ്പോൾ ആളുകൾ വളരെ താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഒരുപാട് ശ്രദ്ധയോടെ കേൾക്കുന്നു, അതിൽ ഇടപെടുന്നു. അപ്പോൾ അവർക്കൊരു ട്രസ്റ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിൽ തെറ്റ് വരുമ്പോഴാണ് അവർക്ക് ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നുന്നു. അതല്ല, അവർ മനസ്സിലൊരു റേറ്റിംഗ് കൊടുത്തിട്ടില്ല എന്ന് വെച്ചോ, അയാൾ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു ഉഴപ്പി വിടുന്നതിന് പകരം ഇല്ല അത് അബദ്ധമാണല്ലോ, അത് വിളിച്ചു പറയാം, പുള്ളിയുടെ നമ്പർ ഇവിടെ ഒന്ന് തപ്പിയെടുത്ത് പറഞ്ഞു. അതിന് ഒരു എഫർട്ട് എടുത്തിട്ടാണ് നമ്പർ സംഘടിപ്പിക്കുന്നത്. അപ്പം ദാറ്റ് മീൻസ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ചർച്ചയിൽ. പിന്നെ അവർ സ്റ്റുഡിയോയിലില്ലെന്നേ ഉള്ളൂ, അവർ ഇത് കാണുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. കാണുന്ന ഒരു പക്ഷേ അവർ കുറച്ച് കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ രാത്രിയാവാം, അവർക്ക് സൗകര്യമുള്ളപ്പോഴാവാം കാണുന്നതും കമൻ്റ് അയക്കുന്നതും എല്ലാം. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഏകദേശം ഇൻറ്ററാക്റ്റീവ് സെഷൻ പോലെയാണ്. അത് മെയിൻ സ്ട്രീം മീഡിയയിൽ അത് തുടങ്ങി വെച്ചു. പക്ഷേ അവർക്ക് എന്തുകൊണ്ടോ അതത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ശ്രീകണ്ഠൻ നായരാണ് അത് തുടങ്ങിയത്. ഈ വാട്സാപ്പിൽ വരുന്ന മെസ്സേജസ് കാഴ്ചക്കാരുടെ അത് വായിച്ചിട്ട് അതിന് അപ്പോൾ മറുപടി കൊടുക്കുക, അതിൻ്റെ കൂടെ ന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുക. അത് വലിയ അധ്വാനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവർ അത് എന്തുകൊണ്ടോ മറ്റ് ചാനലുകൾ പിക്കപ്പ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല, പോപ്പുലറായില്ല. സാധാരണഗതിയിൽ ശ്രീകണ്ഠൻ നായർ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും പിന്നാലെ വരുന്നതാണ്. ഇത് ശ്രീകണ്ഠൻ നായർക്ക് തന്നെ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പ്രയാസമായിട്ടാണ് ഞാൻ കാണുന്നത്. ബട്ട് ഈ ഓൺലൈൻ ചാനലുകളിൽ ഇത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നവരുണ്ട്. ആസ്ക് മീ എനിത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊളിറ്റിക്സ് അതിങ്ങനെ
കാണുന്നവർ അതാത് സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, പുതിയ പുതിയ വിഷയങ്ങൾ, അതിൽ ഇയാളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഹിന്ദിയിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ കലാപരിപാടികളൊക്കെ ഇല്ലേ, അതെല്ലാം എക്സ്പോസ് ചെയ്യുന്നത് യൂട്യൂബേഴ്സാണ്. മെയിൻ സ്ട്രീം മീഡിയ വലുതായിട്ട് രാഹുൽ ഗാന്ധിയെ പിന്തുടരുന്നില്ല ബീഹാറിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആളില്ല. രാഹുൽ ഗാന്ധിയുടെ കൂട്ടത്തിൽ 5 പേര് 6 പേരൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ചയിൽ ഇത് പറഞ്ഞപ്പോൾ അതിന് താഴെ ഒരുപാട് ആളുകൾ നമ്മൾ രണ്ടുപേരും കണ്ണാടി വെച്ചിട്ടുണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും കണ്ണട മാറ്റേണ്ട സമയമായി എന്നുള്ള കമൻറ്റൊക്കെ വന്നു. ആളുണ്ട്, നമ്മൾ കാണാത്തതാണെന്ന്. അല്ല, അത് സ്വാഭാവികമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വിഷ്വൽസ് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഈ വിഷ്വൽസ് വെച്ചിട്ട് ഒരുപാട് ആളുണ്ട് എന്ന് കാണിക്കാൻ പറ്റും. അതാണ് ഈ ക്ലോസ് ആയിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അപ്പോൾ ആളുകളിങ്ങനെ തിങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും, ഫീൽ ചെയ്യും. ഒരു 20 പേരെ വെച്ചിട്ട് നമുക്കൊരു 20,000 പേരുടെ പൊലിപ്പുണ്ടാക്കാൻ പറ്റും വീഡിയോയിൽ. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇവർ ഈ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ഡൽഹിയിലെയും ഉള്ള, ബീഹാറിൽ നിന്ന് ഡൽഹിയിൽ കുടിയേറി ജോലി സംബന്ധമായിട്ടൊക്കെ വന്ന ആൾക്കാർ, ഇവരൊക്കെ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ അവരുടെ ഗ്രാമപ്രദേശത്തു നിന്നുള്ള ലോങ് ഷോട്ട് അത് വരുത്തിച്ചിട്ട് അവരവരുടെ യൂട്യൂബിൽ കാണിക്കും. സി, ഇത്രയുമാണ് ആളുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് 150 പേരേ ഉള്ളൂ, 100 പേരേ ഉള്ളൂ, 40 പേരേ ഉള്ളൂ. അങ്ങനെ ഏരിയയിൽ ഷോട്ട് എടുത്താൽ വേണമെങ്കിൽ ആളുകളെ കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയോട് അല്പം താല്പര്യമുള്ളവർ, കോൺഗ്രസ്സിനോട് ചായവുള്ളവർ നമ്മളുടെ പ്രോഗ്രാം കാണുമ്പോൾ അവർക്കൊരു ഔട്ട്റേജ് തോന്നും. എന്ത് പോക്കൃത്തരായി പറയുന്നത്. ശരി, നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പുണ്ട്, പക്ഷേ പുള്ളിയുടെ യോഗത്തിൽ ആൾ വന്നില്ല എന്നൊക്കെ തട്ടി വിടുന്നത്, അത് കണ്ണാടി മാറ്റുന്ന സമയമായി കേട്ടോ എന്ന് പറയും. അല്ല, അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ളിൽ തട്ടിയാണ് പറയുന്നത്. പക്ഷേ സംഭവിക്കുന്നത് ഇതാണ്. ഞാൻ അത് ഈ നമ്മുടെ ആളുകൾക്ക് പൊതുവേ അങ്ങനെ ഹിന്ദി വലിയ വശമില്ല. അതും ബീഹാറുകൾ പറയുന്ന ഹിന്ദി അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ലാലു പ്രസാദ് യാദവിൻ്റെയൊക്കെ ഹിന്ദി ഉണ്ടല്ലോ, ഫോണെന്ന് അങ്ങേര് പറയില്ല, ഫോണുവാ എന്ന് പറയും. അപ്പോൾ അത് ബീഹാറിൽ പോയിട്ടുള്ളവരും ബീഹാറി ഹിന്ദി അറിയാവുന്നവർക്കും മനസ്സിലാവും. ഫോണുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണാണ് ഉദ്ദേശിക്കുന്നത്. ഫോണുവാലാവോ എന്ന് വെച്ചാൽ ആ മൊബൈൽ ഫോൺ അവിടെ കണ്ട് കിടപ്പണം, എടുത്തുകൊണ്ട് വാടാ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും ഇവരുടെ പ്രോഗ്രാം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭയങ്കര ബോറായിട്ടും തോന്നും. അവരുടെ പഴഞ്ചൊല്ലുകൾ അവർ പരിഹസിക്കുന്നത് നമുക്ക് പരിഹാസമായിട്ട് മനസ്സിലാകുകയില്ല. നമ്മൾ സംസാരിക്കുന്ന അവർക്കും അതുപോലെ തോന്നും. അവർ വാച്യാർത്ഥത്തിലൊക്കെ എടുക്കും. പിന്നെയും ശങ്കരൻ തെങ്ങേ തന്നെ. ഇത് മലയാളികൾക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടി. ഹിന്ദിക്കാരനെ സമയത്തോളം വിചാരിക്കും എഗെയിൻ ശങ്കരൻ ഈസ് ഓൺ കോക്കനട്ട് ട്രീ. അതിനെന്താ ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. അതെ, ഒന്നുകൂടെ കയറിക്കൂടെ. പക്ഷേ ചേട്ടാ, ഒരു വേറെ കാര്യം, ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും ചെയ്യുന്നൊരു കാര്യം, ഈ പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകൾ അല്ലെങ്കിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ തെറ്റായി റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെ എക്സ്പോസ് ചെയ്തിട്ടാണ് നമ്മളുമൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ, ഈ മെയിൻ സ്ട്രീം, ഈ ഇൻഡസ്ട്രിയിൽ ആധിപത്യമുള്ള സ്ഥാപനങ്ങൾ വളച്ചൊടിക്കുന്ന, മാറ്റിവെക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഇവരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നമ്മളുടെ വീഡിയോസ് അവരും താല്പര്യപൂർവ്വം കാണുന്നുണ്ട്. നമ്മളുടെ ക്രിറ്റിസിസം അവർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിൽ അവർ അവരുടെ ലൈനൊന്നും മാറ്റുന്നില്ല, പക്ഷെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ സോഷ്യൽ മീഡിയയിലെ ഒരു ഡിഫക്റ്റും അതാണ്. ഇപ്പോൾ നമ്മൾ ABC ഒരു വിഷയം എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് മെയിൻ സ്ട്രീം മീഡിയയിൽ വന്ന വിഷയമാണെങ്കിൽ അത് കാണാൻ ആൾക്കാർ ഒരുപാടുണ്ടാവും. വരാത്തൊരു പുതിയ വിഷയമാണെന്ന് വെച്ചോ, അതിന് വലിയ കാഴ്ചക്കാരുണ്ടാവില്ല ഫസ്റ്റ് ഡേ. പക്ഷേ പതുക്കെ അത് റീച്ചിലേക്ക് എത്തുമായിരിക്കും. പക്ഷേ അൺലൈക്ക് അതർ തിങ്സ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്റ്റോറി അത് ബ്രേക്ക് ചെയ്യുന്നത് ABC ആണെന്ന് വെച്ചോ, അത് വലിയ ട്രാക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോഴും കേരളത്തിലെ സോഷ്യൽ മീഡിയ മെയിൻ സ്ട്രീം മീഡിയയുടെ പുറകിലാണ്. പുറകിൽ ഇൻ ദ സെൻസ് അവർ ടേക്കപ്പ് ചെയ്യുന്ന സബ്ജക്റ്റ് അത് ശരിക്ക് വിശകലനം ചെയ്ത് സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ആയിട്ടൊരു വാർത്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ട്രാക്ഷൻ കിട്ടാതെ കടന്നു പോകും.
ഇത് എൻ്റെ ഒരു നിരീക്ഷണമാണ്. മേ ബി പക്ഷേ എനിക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണുള്ളത്. ഇപ്പോൾ പല ഓൺലൈൻ ചാനലുകളും നമ്മളത് മാത്രമല്ല കൊണ്ടുവന്നിട്ടുള്ള വിഷയം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ സംഭവങ്ങളുമുണ്ട്. ഈ ഒരേ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഈ രണ്ടെണ്ണത്തിൽ, എക്സിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ട്. ഇപ്പം എക്സും ഇൻസ്റ്റയിൽ ഒരുപാട് മലയാളികളുണ്ട്. ബട്ട് സംഭവം ഇൻസ്റ്റ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏർപ്പാടായിട്ടാണ് ഇപ്പോഴും കിടക്കുന്നത്. എക്സ് എത്രയൊക്കെ ഞാൻ കുറേ വർഷമായിട്ട് മലയാളത്തിൽ ട്വീറ്റ് ചെയ്ത് ശ്രമിച്ചിട്ട് പോലും എക്സിലേക്ക് മലയാളി അങ്ങ് വരുന്നില്ല. കാരണം മലയാളി ഈ പരത്തി പറയാനുള്ള സ്ഥലം എക്സിലില്ല. അതാണ് മലയാളിയുടെ പ്രയാസം. മലയാളിക്ക് ഒരു കാര്യം നേരെ സംക്ഷിപ്തമായിട്ടൊന്നും പറയാൻ അറിയില്ല, ഇങ്ങനെ നീട്ടി പറയണം. അതിനുള്ള സ്പേസ് എക്സിലില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് രണ്ടിൻ്റെയും പേര്. ഫേസ്ബുക്കും യൂട്യൂബും ഒരേ വിഷയം ഒരേ രീതിയിൽ ടേക്കപ്പ് ചെയ്ത് വലിയൊരു അലയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മെയിൻ സ്ട്രീം മീഡിയയും എടുക്കാറുണ്ട്. അവർക്ക് ഇപ്പോൾ അത് തടഞ്ഞു നിർത്താൻ പറ്റാറില്ല. പിന്നെ മെയിൻ സ്ട്രീം മീഡിയ കളിക്കുന്ന ഒരു കളി സൈബർ അറ്റാക്ക്. ഇന്നലെ ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം. എനിക്കിഷ്ടപ്പെട്ടു ഉമാ തോമസിൻ്റെ മറുപടി. ഉമാ തോമസ് പറഞ്ഞു, അത് ആക്രമണമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല, അവരുടെ അഭിപ്രായം അവർ പറയുന്നു. അല്ല, അതിലിടയ്ക്ക് ചിലർ തെറ്റും തെറിയൊക്കെ പറയുന്നുണ്ട്. ഞാനത് വായിക്കാറില്ല, നിങ്ങളത് വായിച്ചിട്ട് വിഷമിക്കുന്നത് എന്തിനാ? ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ത്രീ ഇത് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കെതിരെ സൈബർ ആക്രമണം, സൈബർ കടന്നലുകൾ. എന്ത് കടന്നലുകൾ? നിങ്ങളത് വായിക്കായിരുന്നോ പോരെ? അതെ, പണി കഴിഞ്ഞില്ലേ? മാത്രമല്ല, ഒരുപാട് പേര് അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ എല്ലാവരും സിവിലൈസ്ഡായിട്ട് പെരുമാറിയെന്ന് ചിലരൊക്കെ അല്പം അതിര് കവിഞ്ഞുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു പോട്ടേന്ന് അവരുടെ അഭിപ്രായം അവർ പറഞ്ഞു. അതാണ് തോമസ്. ഈ സൈബർ അറ്റാക്ക് പൊങ്കാല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയെ ഒരുമാതിരി കൊച്ചാക്കുന്ന, ഒരു ബഹളം വയ്ക്കുന്ന തല്ലിപ്പൊളികളാണ് സോഷ്യൽ മീഡിയ എന്ന് നിരന്തരം വരുത്താൻ മെയിൻ സ്ട്രീം മീഡിയ ശ്രമിക്കാറുണ്ട്. ഓൺലൈൻ എന്തോ മോശപ്പെട്ട സാധനം, മോശപ്പെട്ട ആൾക്കാരാണ്, മോശപ്പെട്ട ഭാഷയാണ്, അങ്ങനെയാണെന്നൊക്കെ വരും. അത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അല്ലേ? അതെ. കാരണം ആ ഒരു ഡിവിഷൻ ഇല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു ഗമയ്ക്ക് എന്താ ഒരു അടിസ്ഥാനം? അതെ. ഞങ്ങളൊക്കെ വലിയ പുള്ളികൾ, ഇതൊക്കെ ഒരു രണ്ടാം തരം കാര്യം. പക്ഷേ ജനം ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മളൊക്കെ ഈ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ തന്നെയും ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം, ഒരു കരുതൽ, ഒരു ആദരവൊക്കെ ഉണ്ടല്ലോ. അത് മെയിൻ സ്ട്രീം മീഡിയയിലുള്ള ആളുകളെക്കാൾ കുറവൊന്നുമല്ല നമ്മളോട് കാണിക്കുന്ന പരിഗണനയും. അതൊക്കെ ഈ നേരിട്ട് ആരും ഒന്നും പറയുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊരു സുജനമര്യാദയുടെ ഏർപ്പാടാണ്. അപ്പോൾ കണ്ടപ്പോൾ മര്യാദയ്ക്ക് പെരുമാറിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് ആത്മാർത്ഥമായ ഒരു അഭിപ്രായമായി. അതിപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയിലുള്ളവരെ കാണുമ്പോഴും ലോഹ്യം പറയുന്നത് കാണുമ്പോൾ ആതിഥ്യ മര്യാദ അല്ലെങ്കിൽ സുജന മര്യാദ തന്നെയാണ്. അതിലൊരു വ്യത്യാസം ഞാൻ പറയട്ടെ. മെയിൻ സ്ട്രീം മീഡിയയിലുള്ളവരെ കാണുമ്പോൾ, എവിടെ കാണുമ്പോൾ, ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ട്? ശരിയാണ്. യു വിൽ നോട്ട് സീ ദം ഇൻ റോഡ്സ്. തല്ലുകിട്ട്. പക്ഷെ നമ്മൾ റോഡിലാണ് എപ്പോഴും. ഞാൻ റോഡിലൂടെ നടന്ന് തട്ടുകടയിൽ ചായ കുടിച്ച് ബസ്സിലും ഒക്കെ യാത്ര ചെയ്ത് പോയി. എന്നെ ആരും ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് മര്യാദ വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തീരെ മോശമാണ്, എന്തെങ്കിലും ഒരു തട്ട് കൊടുത്താൽ ഈ കളവൻ തട്ടിപ്പോകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്ത് വാങ്ങിക്കോട്ടെ, എന്നെ ആരും ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. പക്ഷേ ഈ ലബ്ധപ്രതിഷ്ഠയായ ചാനലിലെ മന്മാരെ ഒന്നും തന്നെ ഞാൻ റോഡിൽ കണ്ടിട്ടില്ല. അവർ റോഡിൽ ഇറങ്ങുന്നില്ല. അതാണ് പ്രധാന വ്യത്യാസം. അവർ കറുത്ത സൺഫിലിം ഒട്ടിച്ച കാറിൽ ഷും എന്ന് പറഞ്ഞ് പാഞ്ഞു പോകുന്നുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ പറ്റില്ല. അതെ. ബട്ട് യു വിൽ നോട്ട് സീ ദം ഇൻ റോഡ്സ്. ദേ ഡോണ്ട് ഹാവ് ദ ഗട്സ് ടു. പക്ഷേ ഓൺലൈൻ മീഡിയ നമ്മൾ ഉൾപ്പെടെ തൊട്ടടുത്ത തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. നമ്മൾ ആ ചായ ഇനിയും കുടിക്കും. ഇനിയും സത്യം പറയും. ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വലിയ സന്തോഷം. കൂടെ നിൽക്കാത്തവരുണ്ടെങ്കിൽ പോലും അവർക്ക് മനസ്സിലാകുന്നുണ്ട് മോഹൻദാസിനൊരു എതിരെ അഭിപ്രായമുണ്ട്, അതുകൊണ്ട് എന്താ അങ്ങനെ ചായ കുടിച്ചോട്ടെ. മറ്റത് അങ്ങനെയല്ല. മനഃപൂർവ്വം ആളുകളെ കൊച്ചാക്കാനും അതിൻ്റെ ആ അജണ്ട കാണുമ്പോൾ അവർക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് ഈ അബദ്ധത്തിൻ്റെ അലവൻസ് നമുക്ക് കിട്ടുന്നത്. മറ്റവർ അബദ്ധമല്ല, അത് അജണ്ടയാണ്. അവർ തീരുമാനിച്ച് പിടിച്ച് മുമ്പിൽ പ്രോംപ്റ്ററൊക്കെ വെച്ചിട്ടാണില്ല. ഞാനിപ്പോൾ സുനിലിനോട് സംസാരിക്കുന്നത് മുമ്പിൽ എന്താ പ്രോംപ്റ്റർ ഇരിപ്പുണ്ട്? ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് തെറ്റൊക്കെ വരുന്നത്. മറ്റവർക്ക് തെറ്റ് വരില്ല.
സെലൻസ്കി എന്നൊക്കെ കൃത്യമായിട്ട് അവർ പറയും. കാരണം എഴുതി വെച്ചിരിക്കുക അവിടെ, എഴുതി വെച്ച് മുന്നിൽ സ്ക്രീനിൽ കാണുന്നുണ്ട്, നോക്കി വായിക്കുകയാണ്. ഈ സ്ക്രീനിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ സെലൻസ്കി എന്നുള്ള വാക്ക് ഇയാൾക്ക് വരികയുമില്ല വാക്കിൽ. അപ്പോൾ ആ അലവൻസാണ് പൊതുവെ ആൾക്കാർ. ഏതായാലും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമുക്ക് നന്ദി പറയണം. തീർച്ചയായിട്ടും. നിങ്ങളാണ് ഞങ്ങൾക്ക് ശക്തി പകരുന്നത്. ശക്തി മാത്രമല്ല, അവരുടെ ദയാപൂർവമായ ഒരു പരിലാളനയിലാണ് നമ്മളുടെ പ്രോഗ്രാംസ് മുന്നോട്ട് പോകുന്നത്. അതെ, എല്ലാവർക്കും സന്തോഷം. നമസ്കാരം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.